ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറെയായി നമ്മൾ കാണുന്നു പല നാടുകളിലും ഖുർആനിന്റെ പേജുകൾ കീറിയെറിയുന്നു, ചവിട്ടിയെറിയുന്നു, അതുപോലെ ഖുർആൻ കത്തിക്കുന്നു. ഇതിനോടൊന്നും ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മള് മറ്റുള്ളവരുടെ മതവികാരങ്ങളെ മാനിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു മതവിശ്വാസിയാണെങ്കിൽ നമ്മുടെ മതം എങ്ങനെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെയല്ലേ അപരൻ അവന്റെ മതവും ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ മതവിശ്വാസ സംഹിതകളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, പരിഹസിച്ചാൽ, വിമർശിച്ചാൽ നമുക്ക് എങ്ങനെയാണോ വേദനയുണ്ടാകുന്നത് അതുപോലെ തന്നെയല്ലേ മറ്റൊരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മതവിശ്വാസിയല്ല. എന്നിരുന്നാലും മറ്റുള്ളവരെ അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുക എന്നത് എൻ്റെ അജണ്ടയല്ല. എൻ്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നേരെയാകണം, തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കും. എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് ഞാൻ എൻ്റെ കുടുംബത്തിന് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഏറെ അത് ശരിയായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ അനിയനെ ഞാൻ അടിക്കും, ഒരു തെണ്ടിയും ചോദിക്കില്ല, പക്ഷേ മറ്റൊരു തെണ്ടിയും എൻ്റെ അനിയനെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നു. എന്നാൽ എൻ്റെ മതത്തിന്റെ ന്യൂനതകൾ, എൻ്റെ മതത്തിലെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ, മാനവിക വിരുദ്ധതകൾ, സ്ത്രീ വിരുദ്ധതകൾ, ജനാധിപത്യ വിരുദ്ധതകൾ എനിക്ക് പറഞ്ഞേ തീരും. മറ്റൊരു വിശ്വാസിയുടെ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല. സത്യം തുറന്നു പറയുമ്പോൾ ഒരാളുടെ മതവിശ്വാസം വ്രണപ്പെടുന്നെങ്കിൽ ഞാൻ അതിനാളല്ല. പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾ ആരാധിക്കുന്ന ഗ്രന്ഥം ചവറ്റുകുട്ടയിൽ എറിയുന്നതും അഴുക്കുചാലിൽ കൊണ്ടുവന്ന് തള്ളിക്കളയുന്നതും വലിച്ചു കീറി തെരുവിൽ വെക്കുന്നതും കത്തിക്കുന്നതും ചവിട്ടി അരയ്ക്കുന്നതും ഇതിനോടൊന്നും എനിക്ക് അനുകൂലമില്ല. ഖുർആനാകട്ടെ, ഇനി അതല്ല മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ മതവിശ്വാസ ഗ്രന്ഥങ്ങളാകട്ടെ, ഇതിനെയൊന്നും അപഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇതിനകത്തുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിന് ഭൂഷണമല്ലാത്ത വസ്തുതകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴിതാ നിരവധി തവണ ഖുർആൻ കത്തിച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഇറാഖ് സ്വദേശിയായ അഭയാർത്ഥിയെ നാട് കടത്താൻ സ്വീഡനിലെ മൈഗ്രേഷൻ കോടതിയുടെ ഉത്തരവാണ്. 2023 സ്വീഡനിലെ മുസ്ലിം രാജ്യങ്ങളുടെ എംബസികൾക്കും മുസ്ലിം പള്ളികൾക്കുമൊക്കെ മുന്നിൽ ഖുർആൻ പകർപ്പുകൾ കത്തിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സൽവാൻ മോമിക്ക എന്ന 37-കാരനെയാണ് നാടുകടത്തുന്നത്. നാടുകടത്താനുള്ള മൈഗ്രേഷൻ ഏജൻസിയുടെ തീരുമാനം ശരിവെച്ച കോടതി ഇതിനെതിരെ കഴിഞ്ഞ വർഷം സൽവാൻ സമർപ്പിച്ച അപ്പീൽ തള്ളിയതായും സ്വീഡിഷ് റേഡിയോ സ്റ്റേഷൻ എക്കോട്ട് റിപ്പോർട്ട് ചെയ്തു. റെസിഡൻസ് പെർമിറ്റ് അപേക്ഷയെ കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് സൽവാൻ നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു. 2021 ഇയാൾക്ക് സ്വീഡനിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കുന്നത്. വിവാദത്തെ തുടർന്ന് 2023 ഒക്ടോബർ 26 മൈഗ്രേഷൻ ഏജൻസി സൽവാനെ നാടുകടത്താൻ തീരുമാനിച്ചു. എന്നാൽ ഇറാഖിൽ പീഡിപ്പിക്കപ്പെടുമെന്ന ആശങ്ക കാരണം ഉത്തരവ് നടപ്പാക്കിയില്ല. തുടർന്ന് താൽക്കാലിക താമസ അനുമതി നൽകുകയായിരുന്നു അദ്ദേഹത്തിന്. 2024 ഏപ്രിൽ വരെയായിരുന്നു ഇതിന്റെ കാലാവധി. ഗുരുതരമായ കുറ്റകൃത്യത്തിൽ സൽവാൻ പങ്കാളിയാണ് എന്ന് കണ്ടെത്തിയ കോടതി നാടുകടത്തലിന് പുറമെ 5 വർഷത്തേക്ക് സ്വീഡനിലേക്ക് മടങ്ങുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ജൂൺ 28 മുതൽ സ്വീഡനിൽ ഖുർആനിനെ അവഹേളിക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് വിവിധ രാജ്യങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കുകയും സ്വീഡൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തുകയും ചെയ്യാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കി. സ്റ്റോക്ക്ഹോമിൽ ഖുർആൻ കത്തിച്ചതിൽ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ ചെറുക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും 57 മുസ്ലിം രാജ്യങ്ങൾ അംഗങ്ങളായ OIC അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഒരു മതവിഭാഗത്തെയും അതിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെയും ഇകഴ്ത്തി കാണിക്കുന്ന രീതിയെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി
ചേർത്ത് കാണുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന് OIC അഭിപ്രായപ്പെട്ടു. നോക്കണം, നമ്മുടെ നാട്ടിൽ മുഹമ്മദ് യൂസഫ് എന്ന ഒരാൾ പുൽക്കൂടെടുത്തോണ്ട് പോയി നശിപ്പിക്കുകയും, കാസർഗോഡാണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നാണ് എടുത്തോണ്ട് പോയി നശിപ്പിച്ചത്. അതുപോലെ ബൈബിൾ കത്തിക്കുകയും ചെയ്തിരുന്നു. ഈ കേരളക്കരയിലാണ്. അയാൾക്ക് എന്ത് രൂപത്തിലുള്ള നിയമ നടപടികളാണ് ഉണ്ടായത് എന്നൊന്ന് പറയണം. അയാൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിച്ചത്? ബൈബിളല്ലേ കത്തിച്ചതല്ലേ? ഖുർആൻ കത്തിച്ചാലേ നമ്മുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടൂ. അവൻ രക്ഷപ്പെടാത്ത രൂപത്തിൽ അവനെ കുടുക്കിയോ? പക്ഷേ അവനെ നിയമത്തിന്റെ പഴുതുകളിട്ട് പൂട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പച്ച വെളിച്ചത്തിന്റെ പോലീസ്, പച്ച വെളിച്ചത്തിന്റെ കൂട്ടായ്മ അവനെ മനോരോഗിയാക്കി മാറ്റി. ഇതിനു മുമ്പ് ഒരു ടാബ്ലറ്റ് പോലും കഴിച്ചിട്ടില്ലാത്ത, മനോരോഗത്തിന്റെ ഒരു ലാഞ്ചന പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മുഹമ്മദ് യൂസഫ് എന്ന വ്യക്തിയെ ഞൊടിയിടയിലാണ് മനോരോഗിയാക്കി മാറ്റിയത്. അങ്ങനെ ഈ മാനസിക രോഗി ചെയ്യുന്നതൊന്നും നമ്മളുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് അന്ന് വിധിച്ചത്. പക്ഷേ കേരളം ഭരിക്കുന്നത് പോലെ ഒരു മുഖ്യമന്ത്രി അല്ലല്ലോ സ്വീഡൻ ഭരിക്കുന്നത്. ഏതെങ്കിലും മതത്തിന്റെ ഭാഗമല്ല, ഏതെങ്കിലും മതത്തിന്റെ പിണിയാളുകളല്ല. അതുകൊണ്ട് നിയമനിർമ്മാണം നടപ്പിലാക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ മതം പോലെ, നമ്മുടെ വിശ്വാസങ്ങൾ പോലെ തന്നെ മറ്റുള്ള മതവിശ്വാസികൾക്കും അവരുടെ മതവിശ്വാസം വലുതാണ് എന്ന് വിശ്വസിക്കുന്നവർ. അപ്പോ ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിന് വേണ്ടി കൊല്ലണം, അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടണം, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജനവിഭാഗം. നോക്കൂ, വേറെ ഏതെങ്കിലും ഇപ്പൊ സ്വീഡനില് ഖുർആൻ കത്തിച്ചു, ശരി, മുറിയന്റെ കിതാബല്ലേ, അങ്ങ് കത്തട്ടെ എന്നല്ല പറഞ്ഞത്. കൃത്യമായ രൂപത്തിൽ വിചാരണ നേരിടേണ്ടി വന്നു, ശിക്ഷയും വിധിച്ചു. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലോ? മുഹമ്മദ് യൂസഫിന്റെ കാര്യം തന്നെ നമുക്കറിയില്ലേ. എന്നാൽ ഈ വിഷയവുമായി ചേർത്ത് പറയേണ്ടുന്ന ഒരു സംഭവം ഇന്നുണ്ടായി. കെലന്തർ സംസ്ഥാനത്തിലാണ്. കെലന്തർ സംസ്ഥാനം പാസാക്കിയ 16 ശരീഅത്ത് നിയമങ്ങൾ മലേഷ്യൻ സുപ്രീം കോടതി റദ്ദാക്കി. മലേഷ്യ ഇസ്ലാമിക രാജ്യമാണ്. ആ ഇസ്ലാമിക രാജ്യം 16 ശരീഅത്ത് നിയമങ്ങളാണ് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്നത്. ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രവിശ്യ സർക്കാരുകൾക്ക് ഇത്തരം നിയമനിർമ്മാണത്തിന് അവകാശമില്ലെന്നും ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു സുപ്രീം കോടതി ഈ 16 നിയമങ്ങൾ റദ്ദാക്കിയത്. 9-ൽ 8 ജഡ്ജിമാരും ഇതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തി. സ്വവർഗരതി മുതൽ ലൈംഗിക അതിക്രമം വരെയുള്ള കുറ്റകൃത്യങ്ങൾ, തെറ്റായ വിവരങ്ങൾ കൈവശം വയ്ക്കൽ, ലഹരി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 18 നിയമങ്ങളാണ് 1990 മുതൽ പ്രതിപക്ഷമായ പാർട്ടി ഇസ്ലാം സെമലേഷ്യ, അതായത് പാസ്, ഇത് ഭരിക്കുന്ന കെലന്തർ സംസ്ഥാനം നിർമ്മിച്ചത്. ഇതിനെതിരെ അഭിഭാഷകരായ നിക് സുറീന, നിക് അബ്ദുൾ റഷീദ് എന്നിവർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച സുപ്രീം കോടതി 2 ഒഴികെ ബാക്കിയെല്ലാം ശരീഅത്ത് നിയമം നമ്മുടെ രാജ്യത്ത് വേണ്ട, റദ്ദാക്കി കളഞ്ഞു. പ്രതിഷേധിക്കണ്ടേ കൂട്ടരെ? പ്രതിഷേധിക്കണ്ടേ? പ്രതികരിക്കണ്ടേ? ഹർത്താലുകൾ നടത്തി നമ്മുടെ മതത്തെ സംരക്ഷിക്കണ്ടേ? നന്ദി.